അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്റ്റാർട്ടപ്പ്. കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, അല്ല ഒരു ബേക്കിംഗ് വീഡിയോ ആണ്. എന്താ ഇട്ടരാം. അതേ ഒരാളെൻ്റെ അടുത്ത് മൈലാഞ്ചി ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ വേഗം ഒരു ഇൻട്രോ എടുത്തിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ബേക്കിംഗ് വീഡിയോ ആണ്. ഇത് വെട്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇതാക്കും. അപ്പം നമുക്ക് ശരിക്കും ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ബേക്കിംഗ് വീഡിയോ എന്ന് പറയാം. ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് ഉണ്ടാക്കണത്. അപ്പോൾ ആ കേക്കിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു സ്പെഷ്യലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഒന്ന് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേക്കാണ്, ഞാൻ ആദ്യമായിട്ടാണ് അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ബേക്ക് ചെയ്യുന്നത്. ശരിക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെയാണ് എനിക്ക്. ഞാൻ എല്ലാം മറന്നിരിക്കുന്നു. പണ്ട് കുറേ കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എല്ലാം മറന്നിരിക്കുന്നു എന്നൊരു തോന്നല്. അപ്പം അങ്ങനെ ഫസ്റ്റിലേക്കാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേക്ക് വീഡിയോ ആണ്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കയറി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വെച്ചു. അപ്പോൾ അതേ പറഞ്ഞതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കപ്പ് മൈദ, അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും അതിൻ്റെ പകുതിയോളം ബേക്കിംഗ് സോഡ, പകുതി അങ്ങനെ ഒരു അളവിൽ കേട്ടോ. പിന്നെ ഒരു നമ്മൾ കൈ കൊണ്ടിരിക്കുന്ന ഒരളവിൽ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒരു 2-3 വട്ടം നമുക്ക് അരിച്ചെടുക്കണം. ആ അരിച്ചെടുക്കുന്നതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും വേണം കേട്ടോ. നമ്മുടെ ഈ പൗഡറുകളെല്ലാം നന്നായി മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഞാൻ പറയാം. ഇപ്പോൾ പൗഡറാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം തന്നെ അതും കൂടെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ കേക്ക് വേവിക്കാനുള്ള പാത്രം, അതായത് ആ ഒരു പാത്രം നമ്മൾ സെറ്റാക്കി വയ്ക്കുക. അടിയിൽ എണ്ണയൊക്കെ പറ്റി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കാം. പിന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ നമ്മൾ മുട്ടയാണ് എടുക്കണം. അപ്പോൾ അത് എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ഷെഫ് കുട്ടി കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. എൻ്റെ മോളാണ്. അപ്പോൾ അവളൊക്കെ ഉണ്ടായതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കണത്. അപ്പോൾ അവൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കേക്ക് ഉണ്ടാക്കുക. അമ്മ ഉണ്ടാക്കുമ്പോൾ അവൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. പക്ഷേ ഞാൻ മുന്നേ ഉണ്ടാക്കുന്ന കാര്യം അവൾക്കറിയില്ല. അപ്പോൾ എല്ലാത്തിനും എന്നെ കൂടെ സഹായിക്കുന്നുണ്ട്. നമുക്ക് മുട്ടയുടെ മണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ തന്നെ. അതേപോലെ 1 ടീസ്പൂണിൻ്റെ അളവിൽ നമ്മളെ എസൻസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആളാണ് അമ്മ ഞാൻ ഒഴിക്കാൻ വേണ്ട ആളാണ് എൻ്റെ ഇത് വാങ്ങിച്ച് ഒഴിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ബീറ്റർ വഴി അല്ലെങ്കിൽ മിക്സി വഴി ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായി അടിച്ച് പതച്ചെടുക്കണം. ഒരുവിധം നല്ല സ്പീഡിലിട്ട് പതയ്ക്കുക. ഒരുവിധം പതയാവുമ്പോൾ നമ്മളിനി അതിലേക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ഈ ഒരു മുട്ടയിലേക്ക് പതച്ച് പോകുന്ന മുട്ടയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കുറച്ച് സാധനങ്ങൾ. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാര നന്നായി ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഒരു മുട്ട ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പൊന്തി വരാൻ പോകുന്നത്. ആ ഒരു മുട്ട പൊന്തുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും അതേപോലെ കേക്ക് ഒന്ന് പൊന്തി വരുള്ളൂ നമ്മൾ വേവിക്കുമ്പോൾ. അപ്പം അതിനനുസരിച്ച് അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഓവറായിട്ടൊന്ന് അടിച്ച് പൊന്തിച്ച് കളയാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതേപോലെ തന്നെ ഒരു ഫുൾ സ്പീഡിലിട്ട് കുറച്ച് സ്പീഡിൽ നിന്ന് ഫുൾ സ്പീഡിലേക്ക് ആക്കിയിട്ട് അങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇടയിൽ കൂടെ എൻ്റെ മോള് ഓരോന്നൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ നിന്ന് ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നു ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവളും കൂടെ ഉള്ള കാരണം നമുക്ക് കുറച്ചും കൂടെ റിസ്ക്കായി. അവളെ ഓളിടും വേണം, ഓരോന്നും അവൾ ചെയ്യുന്നത് ശ്രദ്ധിക്കും വേണം, ഇത് ചെയ്യും വേണം, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 6 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇത് എന്നെ സഹായിക്കാതിരിക്കുന്നത് എൻ്റെ മോളാണ്. അവളാണ് ആ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ ഒഴിച്ചു കൊടുക്കും, എന്തെങ്കിലും ഒഴിക്കുന്നൊക്കെ പറയാം. നമുക്കവിടെ സമയം കുറേ നഷ്ടമാവാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ എത്തിപ്പണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് തരും നമുക്ക്. അത് ഉറപ്പാണ് ഉള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ എന്നാലും പിന്നെ ഞാൻ എൻ്റെ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്, വർഷങ്ങൾ ഒരു 5-6 വർഷത്തോളമായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ സാധനങ്ങളും പാത്രങ്ങളും പിന്നെ ഞാൻ ബീറ്റർ ഇതൊക്കെ വെറുതെ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഈ മുട്ടയൊക്കെ അടിച്ച് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച പൊടികളില്ലേ, ആ പൊടികൾ കുറച്ച്
കുറച്ചീശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചീശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കൈകൊണ്ട് കയ്യിലോണ്ടൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, അതൊരു എളുപ്പപ്പണിയാണ്. ഇനി ഒരു കയ്യിലും കൂടി എടുത്താൽ അതും കൂടെ ഞാൻ കഴുകി വെക്കണ്ടേ എന്നൊരു മടിക്കാണ് ഞാൻ ഈ ബീറ്റർ കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ ബീറ്റർ ഓണാക്കാതെ ആട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മുട്ട അടിച്ചത് താഴ്ന്നു പോകും, പൊന്തിയത് താഴ്ന്നു പോകും. അപ്പം അതുകൊണ്ട് ബീറ്റർ ഓണാക്കാതെ ജസ്റ്റ് അതുകൊണ്ട് പതുക്കെ ഇളക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെയും കുഞ്ഞു കൈകൾ സഹായിച്ച് വയ്യാതെ ആയിട്ടാണ്. അപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട്, മോളെ ആക്കണ്ട, അവളുടെ മേത്ത് വെക്കുക, പിന്നെ ആ പരിസരം മൊത്തം ഈ പൊടിയാക്കുകയാണ്. പിന്നെ നമ്മളെടുത്ത അളവ് കുറയും ചിലപ്പോൾ. അപ്പോൾ അതും നമ്മുടെ കേക്കിനെ ബാധിക്കും കേട്ടോ. അതായത് ഞാനിപ്പോൾ വലിയൊരു പെർഫെക്റ്റ് മേക്കറൊന്നും അല്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ചില കേക്കുകളൊക്കെ പാളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ അധികം ഇങ്ങോട്ട് പൊന്തിയില്ല. അതിപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളാ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് സെറ്റ് ആക്കണം കേട്ടോ. ഇങ്ങനെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് തട്ടാം പാത്രം. എന്നിട്ട് നമുക്ക് നേരെ അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ ചെയ്യുന്നതോ അതേപടി ചെയ്യാൻ വേണ്ടിയാണ് അങ്ങോട്ട് അവിടെ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് വീഡിയോ അപ്പം ഒന്നും എനിക്ക് അത്ര തോന്നിയില്ല. പക്ഷേ ഈ വീഡിയോയിൽ ആ കുഞ്ഞു കൈകൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഉള്ളിലൊരു സന്തോഷം. പിന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പാത്രം. അപ്പോൾ ആ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് നേരെ ഇറക്കി വെച്ച് ഒരു 20-25 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സെറ്റായി കിട്ടും. ഈ ഒരു കേക്ക് അടിപൊളിയായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ പൊന്തിയില്ല, അധികം കുറച്ചേ പൊന്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ലെയർ ആക്കാനില്ല, 2 ലെയർ ആക്കാനുള്ളതുള്ളൂ. ഇത് പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഐസിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആളെ ഉറക്കിക്കെടുത്തി. ഇനി ഐസിങ്ങിൻ്റെ കൂടെ ആൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല മധുരമുള്ള സാധനമാണ്. ഇവിടെ നിന്ന് ഈച്ചേനും ഉറുമ്പിനും ഓടിച്ച് കളയാൻ സമയം പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ആളെ ഉറക്കിക്കെടുത്തിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു കേക്ക് ഐസിങ്ങിൽ നിന്നത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായി അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ മീതയ്ക്ക് ഒഴിക്കുകയാണ് കേട്ടോ. നന്നായി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ഞാൻ അതിൽ അത്ര ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷുഗർ സിറപ്പ് എത്ര നമ്മൾ ഒഴിക്കുന്നു അത്രയും കേക്ക് സോഫ്റ്റ് ആവുള്ളൂ. എൻ്റെ ഈ കേക്ക് സോഫ്റ്റാണ് എങ്കിലും ഇത്തിരി ഹാർഡാണ് കേട്ടോ. പിന്നെ ഞാനത് കുറേ നാളുകൾക്ക് ശേഷം ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് നമുക്ക് കുറേ കുറവുകളും കൂടുതലും 2-3 അടുപ്പിച്ചുണ്ടാക്കാൻ നമുക്കത് സെറ്റായി വരും. ഇത് ഫസ്റ്റ് ടൈമല്ലേ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേക്ക്. അത് വൻ പരാജയമായിരുന്നു കേട്ടോ. അത് ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സോഫ്റ്റായി. ഇത് സോഫ്റ്റ് അല്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ ആദ്യത്തിൽ സോഫ്റ്റ് ആക്കാൻ നോക്കി. പക്ഷെ അത് സോഫ്റ്റായി, പക്ഷേ വേവാൻ കുറച്ച് താമസം എടുത്തു. സെൻറ്റർ വേവാൻ താമസം എടുത്തു. ചുറ്റും ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയി. പിന്നെ അതൊരു ചോക്ലേറ്റ് ഫ്ലേവറും കൂടി ആയി, അങ്ങനെ കരിച്ചിലും കൂടി ആയപ്പോൾ ആകെ ഒരു ഇതായിട്ടാണ്. പക്ഷെ ഞങ്ങൾ കഴിച്ചൊക്കെ തീർത്തു കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ആ ഫസ്റ്റ് കോട്ട് ഞാൻ ക്രീം കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ്, ഇതും വൻ പരാജയമായതാണ്. ഞാൻ അതൊന്ന് ലിക്വിഡാക്കാനാണ് നോക്കിയത്, അതായത് മെൽറ്റ് ചെയ്ത് ആക്കാം. പക്ഷെ മെൽറ്റായില്ല. ഞാനിങ്ങനെ കഷ്ണമാക്കിയിട്ടു. സെക്കൻഡ് ലെയർ വെച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, രണ്ടാമത് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഈ വിപ്പിംഗ് ക്രീം ഇതിന് മീതെ ആക്കുമ്പോൾ നമ്മളതിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും ആ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഐസിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഐസിങ് ചെയ്യാനുള്ള നൈഫും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ഞാൻ ഒരു 5 വർഷം മുന്നേ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ കേക്ക് മേക്കർ ആവാനുള്ള ഉദ്ദേശം കൊണ്ടല്ല, എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറേ ബോർഡുകൾ വാങ്ങിച്ചു, പിന്നെ കുറേ ടോപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറേ സ്പ്രിങ്കിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നോസിലുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന ട്രൈകൾ ചതുരൻ്റെ തന്നെ 3 എണ്ണം, വട്ടത്തിൻ്റെ 3-4 എണ്ണം, അങ്ങനെ കുറേ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബീറ്റർ, അത് ഞാൻ 10,500 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. ഇനിയും കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ള ഇതിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ നൈഫ്, പിന്നെ നമ്മുടെ സ്റ്റാൻഡില്ലേ കേക്ക് ഉണ്ടാക്കണം, ആ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി, പിന്നെ നമ്മൾ ജോലിയായി, പിന്നെ കല്യാണമായി. അപ്പം അങ്ങനെയൊക്കെ ബിസിയായി, പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അങ്ങനെ പോയി. ഇപ്പം വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കില്ല. ഇനി ഞാൻ സ്വന്തമായി ഒരു വീടൊക്കെ വെച്ച് അവിടെ എൻ്റേതായൊരു ലോകം ആവുമ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കേക്ക് പുറമേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല, നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ, പിന്നെ നമ്മുടെ ബന്ധുക്കൾക്ക് വല്ലതും പറയാൻ വെച്ചാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ വാങ്ങിക്കാമെന്ന് അപ്പോൾ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഞങ്ങൾ സ്വന്തമായി ഒരു വീടൊക്കെ വെക്കട്ടെ അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് അൽക്കുരുത്ത് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ 5 വർഷം മുന്നും കേക്കൊക്കെ ഐസിങ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടും നല്ലൊരു ലുക്കായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെയല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകൾ വരും. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് വൈസ് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നോക്കി ടേസ്റ്റൊക്കെ. ഞാൻ അധികം ഷുഗർ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എപ്പോഴത്തെ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബൈ.